അപ്പോൾ സാധനം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ പറയല്ലോ ഒരു 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 മൂവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. പ്രൊഡക്ഷൻ അല്ല, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇതൊന്നും അറിയില്ല. പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ എഴുതി നായകൻ വരുന്നു, നായകൻ നടന്ന് തോക്ക് തലയിൽ വെക്കുന്നു, അയാൾ എന്നിട്ട് ഡയലോഗ് എന്ത് നല്ല നല്ല കോമഡി ഡയലോഗ് ഉണ്ട്. കോമഡി ഡയലോഗ് പറഞ്ഞു പൊട്ടിക്കുമ്പോൾ ഞാൻ വരുന്നു, ഞാൻ വന്നിട്ട് അയാളെ ചവിട്ടിരിക്കുന്നു. അങ്ങനെയാണ് എഴുതിയത്. അങ്ങനെ എഴുതിയ ക്യാരക്ടറിന് പേര് പോലും കൊടുത്തിട്ടില്ല. ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ അത് ഷൂട്ട് ചെയ്ത്, അതായത് പകുതിയൊക്കെ ഷൂട്ട് ചെയ്ത്, അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, ആരെഡിറ്റ് ചെയ്യും ഉള്ള സാധനം വന്ന്. ആരെഡിറ്റ് ചെയ്യാ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചോദ്യം വരുന്നത്, എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ള സാധനം. പിന്നെ ആദ്യം വിചാരിച്ച ഫോണിൽ ചെയ്യാന്നാ. പിന്നെ ആഫിന്റെ ഫോൺ എനിക്ക് തരൂല്ലല്ലോ, രാത്രിയാണ് ഇത് ചെയ്യണ്ടേ. ഓനെ വിട്ടുതരില്ല. ഓന് ഫോണ് ഞാൻ യൂസ് ചെയ്യുമ്പോ തന്നെ ഇങ്ങനെ നോക്കിയിട്ടാ യൂസ് ചെയ്യാം. എന്റെ സാധനമാണ്. അപ്പൊ അങ്ങനെ അവിടെ കാക്കുണ്ട് റാഷി കാക്ക, മൊബൈൽ ഫോൺ മെക്കാനിക്കാണ്. കാക്കാൻ്റെ അടുത്ത് ലാപ്പ് ഇങ്ങനെ മാറി മാറി സാധനം വരും. അപ്പൊ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ കാക്കാനെ കൺവിൻസ് ചെയ്ത് കാക്ക അത് ചെറിയൊരു പടം ചെയ്യുന്നുണ്ട് ലാപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് ലാപ്പ് തന്നിട്ടോ. ഒരു HP ഒരു ലാപ്പ്, ഒരു പെൻഡിയായിട്ടാണ്, ഒരു പെൻഡിയോ ആണ്, ഭൂലോക സ്ലോ ആണ് സാധനം. സാധനം എനിക്ക് തന്ന് ഞാൻ ഈ സാധനം ഫയലൊക്കെ കയറ്റി വീട്ടിൽ വന്നിട്ട് ഞാൻ തപ്പാണ് ഏത് സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്രീമിയർ പ്രോ അറിയില്ല, സത്യം പറഞ്ഞാൽ പ്രീമിയർ പ്രോ അറിയില്ല, അഡോബ് പോലും അറിയില്ല. അഡോബ് എന്ന് പറഞ്ഞ സാധനമുള്ളത് പോലും അറിയില്ല. അത് നിൽക്കുന്ന സമയത്ത് യൂട്യൂബിൽ തപ്പി ഒരു സാധനം കിട്ടി. അതാണ് വീഡിയോ പാഡ് കൊണ്ടൊരു സോഫ്റ്റ്വെയർ. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഒരു ഇറക്കിയ ആൾക്കല്ലാതെ വേറെ ആർക്കും അറിയുന്നുണ്ടാവില്ല. ഇന്ത്യയിൽ ഞാനൊരു യൂസർ ആയിരിക്കും ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത്. അങ്ങനെ വീഡിയോ പാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനിട്ട് 2 ദിവസമായപ്പോൾ ഡൗൺലോഡായി. 2 ദിവസം അത് നെറ്റില്ലടാ. വയനാട്ടിലാണ് സാധനം ഡൗൺലോഡായി, ഓപ്പൺ ആക്കി, ടൈം ലൈൻ ഉണ്ട്. ഓരോ സീൻ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു സീൻ ഇടും, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും ലോഡാവാൻ വേണ്ടിയിട്ട്. ആ സീൻ ഇടും. നാഫിന്റെ മാസ് ഡയലോഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ലോ മോഷൻ ആക്കണം, സ്ലോ മോഷൻ ആക്കും. ഇല്ലടാ, അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് കട്ട് ചെയ്ത് സാധനം പകുതി വരെ. പിറ്റേ ദിവസം എന്തായാലും അറിയോ, കാക്കാൻ്റെ ലാപ്പാണല്ലോ, ചിലപ്പം കാക്കാൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കുക. താത്താൻ്റെ മോനെ അതിന്റെ മേലെ മൂത്രമൊഴിച്ച് ആ പ്രോജക്റ്റും ആ ലാപ്പും അടിച്ചു. സീരിയസ്ലി ഷോർട്ട് ഫിലിം ആക്കാനുള്ള ആലോചിച്ച് നോക്ക്, എത്ര കാലത്ത് ഉറക്കം. കാക്കാനും അത് കാക്കാക്ക് അറിയില്ല. അതായത് കാക്ക വിചാരിക്കണം ഇപ്പോൾ ഞാൻ ആ ലാപ്പ് കേടാക്കിയെന്നാ പറയണേ. ഈ സാധനം മൂത്രമൊഴിച്ച്, ചെക്കൻ മൂത്രമൊഴിച്ച്, ആദ്യം ചെക്കൻ്റെ പേര്, ചെക്കൻ മൂത്രമൊഴിച്ച്. ചെക്കൻ വലുതായിട്ടുണ്ടാവും, ഓൻ കാണണം. സിനിമ നടനെയും അത് ഡയറക്ടർ അല്ലേനു, ഒരു നടനെയും കൂടി അവരവിടെ ഇല്ലാണ്ടാക്കി. ഞാൻ പറയട്ടെ, ഈ സാധനം ഷൂട്ട് ചെയ്ത് വമ്പ സാധനമായിരുന്നു. എൻ്റെ കോൺസെപ്റ്റിൽ അത് ഭയങ്കര സംഭവമാണ്. പിന്നെ വേറെ സാധനം സൗണ്ടൊന്നുമില്ല, ഡബ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റില്ല. അന്ന് ഈ ഹെഡ്ഫോൺ ഇല്ലേ, ഈ ഹെഡ്ഫോൺ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് സൗണ്ടൊക്കെ എടുത്ത്. നല്ല രസമാണ്. ഷാനിലിന്റെ ക്യാമറ, ഷാനിൽ ഇങ്ങനെ സമ്മതിക്കൊന്നുമില്ല, ക്യാമറ തൊടാൻ സമ്മതിക്കൂല. അങ്ങനെ എടുത്ത സാധനം. ഈ സാധനം ഷൂട്ട് ചെയ്ത് ഈ സാധനം പോയപ്പോ ഞാൻ അന്നൊക്കെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് വൈകുന്നേരം കയറുക. ഉമ്മ എന്താ പറയാ അറിയാമോ, പടം എടുക്കാൻ പോയി. അതാണ് പടം എടുക്കാൻ പോയി. ആ സാധനമാണ്. അപ്പൊ അങ്ങനെ അവിടുന്നാണ് ഞാനൊരു എഡിറ്റർ ആവുന്നത്. ആ വീഡിയോ പാഡിൽ നിന്നാണ് എഡിറ്റർ ആകുന്നത്. ആ മൂത്രമൊഴിക്കലോടെ ആ എഡിറ്റിംഗ് പരിപാടി വരുന്നത്. പിന്നത്തേന്ന് പറയുമ്പോ അതിനുശേഷം നാട്ടിൽ നിന്നുള്ള പരിപാടികൾ നിർത്തി. അതായത് ഈ സാധനം ഷൂട്ട് ചെയ്യണം നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് ഏകദേശം. അഭിമാന പ്രശ്നമായി, പരിപാടി നിർത്തി. പിന്നെയാണ് ഈ കരിക്കിറങ്ങുന്ന സമയത്ത് കൊള്ളാലോ പരിപാടി, സാധനം നമുക്ക് പിടിക്കാലോ. നിബ്രാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അത് ഓനാണ് അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞാന്, നിബ്രാസ്, നാഫി, ഉനൈസ് വേറെ അസിസ്റ്റന്റ് ക്യാമറമാൻ. ഉനൈസിന്റെ പരിപാടി എന്താ അറിയോ, ക്യാമറ എന്റെ കൈ കൊടുക്കും, അസിസ്റ്റന്റ് ക്യാമറമാനാ.
ഇത് ചാർജ് നിൽക്കാത്ത ക്യാമറയാണ്. ഇവന് അങ്ങെത്തുന്നവരെ BTS എടുക്കും, ഷൂട്ട് തുടങ്ങുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. ഇവരും കൊണ്ട് ഇവിടുന്ന് ഓടും ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അവിടെ കാത്തിക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അത് നിർത്തി. ഈ സാധനം ഇബ്രാസ് എന്നോട് പറയണേ, എടാ നമുക്ക് എന്തുകൊണ്ട് പിന്നെ കരിക്കുവലത്തെ ഒരു സാധനം തുടങ്ങിക്കൂടാ. ഒരാളെ ഞാൻ മിസ്സായിട്ടോ. ഇതിൻ്റെ അകത്തൊരു ഡിസൈനർ ഉണ്ട്, ഷമീർക്ക. ഷമീർക്ക പ്രൊഫഷണൽ ഡിസൈനറാണ്. നാട്ടിലൊറ്റ ഡിസൈനറുള്ളൂ. ഷമീർക്കാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടിലത്തെ പാക്കേജിങ്, ബ്രാൻഡിങ്, കടകൾക്കുള്ള പരിപാടികൾ. ഷമീർക്കാക്ക് ഇപ്പൊ എന്തോ ഒരു സ്ഥാപനമല്ലേ ഉണ്ട്. അന്ന് ഷമീക്കാക്ക് മനസ്സിലായി, അതായത് നമ്മൾ ഈ ചെയ്യുന്ന, അതായത് ഷാനിലെ കസിന. അപ്പൊ ഷമീക്ക എനിക്ക് ഈ പ്ലേ കണ്ടിന്റെ നല്ല ഒരു പോസ്റ്ററൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഒരു നല്ല പോസ്റ്ററൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഇത് എൻ്റെ മോനെ പടം തന്നെ ആ സാധനം. പിന്നെ ഓരോ സാധനങ്ങൾ സംസാരിക്കുന്ന ഷമീർക്കാനാണ്, കാരണം ഇത് കണക്ട് ആവുന്ന ഷമീർക്ക. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ട് റഹീം കാക്കു എന്ന് വിളിക്കുക. മൂപ്പര് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതാ. ഒന്നാമത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പിന്നെ കാക്കുൻ്റെ. ഞാൻ കാക്കുവാണ് റോൾ മോഡൽ. അപ്പോൾ കാക്കു ഫിലിം പരിപാടിയൊക്കെ ആണ്. പിന്നെ മൂപ്പര് ടേൺ ചെയ്ത് പരിപാടിയൊക്കെ വിട്ട് വേറെ പോയി. പക്ഷെ മൂപ്പരോടാണ് ഇനി സംസാരിക്കുകയെല്ലാം ചെയ്യുക. അപ്പം മൂപ്പരെപ്പോഴും ബിസിനസ്സും കാണും ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കരിക്കുപോലത്തെ ഒരു സാധനം ചെയ്താലോ എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു അത് ചെയ്യും, കാരണം ഷാനിൽ ക്യാമറ ഉണ്ട്, അഭിനയിക്കാൻ ആൾക്കാരുണ്ട് ഒക്കെ. ഷിജാസ് അലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് ചെക്കന്മാർ. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഞാനും ഇബ്രാസും കൂടെ ഫസ്റ്റത്തെ ഒരു ചാനൽ തുടങ്ങി. അതിൻ്റെ പേര് എള്ളുണ്ട. ഇപ്പോഴുണ്ടോ? ആ പേജുണ്ട്, അത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ എള്ളുണ്ട തുടങ്ങി. ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു വീഡിയോ എടുത്തു, എള്ളുണ്ടൻ്റെ പ്രോമോ. ഒരുത്തന്നെ എള്ളുണ്ട തട്ടിപ്പറിച്ച് ഓടും. നന്ദകിഷോർ ഷിജാസലിൻ്റെ അടുത്ത് ഏറ്റവും നിബ്രാസിൻ്റെ അടുത്തോ അങ്ങനെ ആരുടെ അടുത്തോ ഇങ്ങനെ ബ്ലറെന്നൊക്കെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോയിട്ട്. അന്ന് ഞാൻ പ്രീമിയർ പ്രോ പഠിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് നോക്കി. കാക്ക എനിക്ക് വേറെ ലാപ്പ് വന്ന് ഞാൻ അതിൽ പ്രീമിയർ പ്രോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഈ സാധനം പ്രൊജക്റ്റ് ഇടുന്നത് പരിപാടികൾ ഒക്കെ പഠിച്ചു. പക്ഷെ ഒന്നും അറിയില്ല, ജസ്റ്റ് ക്ലിപ്പ് ആഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. പ്രൊജക്റ്റ് തുടങ്ങി, ക്ലിപ്പ് ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, മ്യൂസിക് ഇടുക, ഔട്ട് ഇടുക. നാട്ടുകാരെല്ലാവരും കണ്ട് വമ്പ സപ്പോർട്ട്. 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഭയങ്കര സപ്പോർട്ട്. വമ്പ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവര് പിന്നെ കാണുന്ന നാട്ടുകാർ ചോദിക്കുമ്പോൾ അടുത്ത് തുടങ്ങുന്നില്ല ചെയ്യുന്നില്ല. അതുപോലെ നാട്ടിലത്തെ സെലിബ്രിറ്റി ആയി. ആരൊക്കെ നിബ്രാസും ഷിജാസിലൊക്കെ നാട്ടിലത്തെ സെലിബ്രിറ്റീസ് ആയി. അങ്ങനെ ആ സാധനം നിന്നിട്ടോ എല്ലാം നിന്ന്. കാരണം എനിക്ക് ഡിഗ്രിക്ക് പോകാനായി. അപ്പം ഞാൻ ചാനൽ ഇങ്ങനെ പ്ലാൻ ചെയ്യും, എന്താണ് പരിപാടി. അപ്പോൾ നമുക്ക് വിഷ്വൽ മീഡിയ സംഭവമാണ് പഠിക്കേണ്ടത്. അപ്പോൾ +2 റിസൾട്ട് വന്നപ്പോൾ കമ്പ്യൂട്ടറിന് നല്ല മാർക്ക്. അപ്പോൾ ഷാനിലും നല്ല മാർക്കുണ്ട്. ഷാനിൽ എൻ്റെ സീനിയറാണ്, അവന് ഡ്രോപ്പ് ഔട്ടാണ്. എഞ്ചിനീയറിങ് BTech ഡ്രോപ്പ് ഔട്ടായിട്ട് നിൽക്കുക. അപ്പോൾ അവൻ പറഞ്ഞ് എന്നാ ഒരു കാര്യം BCA പോകാൻ പറഞ്ഞു. അപ്പം എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ നീലഗിരി കോളേജിൽ BCA ചേർന്ന് എൻ്റെ മനസ്സിൽ അപ്പോൾ ഈ എള്ളുണ്ടുണ്ട്. എനിക്കിത് ഈ കരിക്കിൻ്റെ കാണുമ്പോൾ തരുത്ത് കയറും. അതുകൊണ്ട് എനിക്ക് ആകെയാണ്. അപ്പോൾ ആ സാധനം തുടങ്ങി. ലാപ്പ് കൊടുത്തിട്ട് ഞാൻ കോളേജിലേക്ക് പോയി. ഷാനിൽ ക്യാമറ എടുത്ത്. അന്ന് ലാപ്പ് എൻ്റെ അടുത്ത്, ക്യാമറ ഷാനിലെടുക്കും. ക്യാമറ ട്രൈപ്പോഡൊക്കെ ആയിട്ടോ. ട്രൈപ്പോഡ് പരിപാടികൾ സാധനങ്ങളൊക്കെ ആയി. നമ്മൾ ഫസ്റ്റ് ഡേ കോളേജ്. എൻ്റെ മൈൻഡിൽ ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് എള്ളുണ്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. പിന്നെ അന്ന് ഞാനൊരു iPhone 6 തുടങ്ങി. അവിടെ നിന്നാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി അങ്ങ് കൂടുന്നത്. അതായത് എനിക്ക് ആദ്യമായിട്ട് +2 കഴിഞ്ഞിട്ട് ആ ഫോൺ വാങ്ങി തരുന്നു. അപ്പം അതൊരു iPhone 6 ആയിരുന്നു, സെക്കൻഡ് ഹാൻഡ്. അപ്പം അതിനാണ് ഫുൾ ഫോട്ടോഗ്രാഫി, മറ്റേ അടിയിൽ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ആ പരിപാടി, ചാടുമ്പോൾ ഫോട്ടോ പരിപാടി ഒക്കെ അവിടെ നിന്ന് തുടങ്ങണേ. അങ്ങനെ ഈ സാധനം സ്റ്റാർട്ട് ചെയ്ത് അത് ഭയങ്കര എല്ലാത്തിനും സ്റ്റാർട്ടിങ്, രണ്ടാമത്തെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത് അവിടെയാണ്. അതായത് പ്രൊഫഷണലി കിടക്കുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ BCA ഞങ്ങൾക്കൊരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു മിസ് ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ മിസ്. ക്ലാസ്സിലേക്ക് കയറി വന്ന് ഫസ്റ്റ് പീരീഡാണ്. അപ്പോൾ നമ്മളോട് എല്ലാവരോടും അംബീഷൻ പറയും. ഞാൻ ചാനലിൽ ഏറ്റവും ബാക്കിലായിരിക്കണേ. അപ്പോൾ മിസ് വന്നിട്ട് ചോദിക്കാണ് നിങ്ങൾക്കൊക്കെ ആരാവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഫിലിം മേക്കർ ആവണം എന്ന് പറയാനാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് പേടിയുണ്ട്. BCA വന്നിട്ട് ഫസ്റ്റ് ഡേ ഫിലിം മേക്കർ ആവണം എന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് മുന്നിലിരിക്കുന്ന അഭിരാം എന്ന് പറഞ്ഞിരിക്കണ അഭിരാമിനോട് ഫസ്റ്റ് എണീച്ചിട്ട് പറയുമ്പോൾ സിനിമ നടൻ എന്ന് പറഞ്ഞു. ഓന് പറഞ്ഞ കോൺഫിഡൻസ് ആയി. പിന്നെ കുറെ സിനിമ നടൻ കേട്ട സമയത്ത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി. ഒരുത്ത വേറെ ഇതും ഉണ്ട്. ഓന് പറഞ്ഞ്
ക്യാമറമാൻ ആവണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ചാനലെടുത്ത് ചാനൽ പറഞ്ഞു ക്യാമറമാൻ ആവണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫിലിം മേക്കർ ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ശ്രീലക്ഷ്മി ടീച്ചർ നിങ്ങൾക്കൊരു സിനിമക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ക്ലാസ് പീരീഡ് കഴിഞ്ഞ് ഞാൻ ടീം ബിൽഡ് ചെയ്ത് ടീം ബിൽഡ് ചെയ്ത് ഞാൻ പറഞ്ഞോ നമുക്കൊരു പരിപാടി ഉണ്ട് എനിക്ക് ചാനലിനും എള്ളുണ്ടാന്നാണ് പേര് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും പിന്നെന്താന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണിച്ചെടുത്ത് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കോളേജിൽ വരുന്നത് ഹോസ്റ്റലിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എള്ളുണ്ട ഷൂട്ട് ചെയ്യും. എള്ളുണ്ട ഷൂട്ട് ചെയ്യാൻ അതായത് എൻ്റെ ക്ലാസ് തന്നെ ഞാനൊരു ടീം ബിൽഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എഡിറ്റർ ഇല്ല, അറിയില്ല, ലിറ്ററലി അറിയില്ല, പ്രൊസീജിയേഴ്സ് അറിയില്ല. കോൺസെപ്റ്റ് പറയുമ്പോൾ അപ്പം ഉണ്ടാവും അപ്പം ചെയ്യും. പക്ഷേ എന്താ പറയുക ഇവർ രണ്ടാളും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിബിൻ എന്ന് പറഞ്ഞെടുത്താൽ വന്ന് ആ സിബിൻ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ തോന്നി ഇവ അഭിനയിക്കുന്നു തോന്നി. കണ്ടപ്പോൾ തോന്നി ഇവൻ അഭിനയിക്കും എന്നാ വാന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, പരിപാടി തുടങ്ങി, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. കുറേ വീഡിയോസ് ആയി. ഫസ്റ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ സെലിബ്രേഷൻ പരിപാടികളൊക്കെ. പിന്നെ കോളേജിൽ എല്ലാവരും അറിയാൻ വേണ്ടി തുടങ്ങി. അതായത് അന്ന് ഞാൻ തന്നെ എഡിറ്റിങ് ഞാൻ തന്നെ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പഠിക്കുന്നത് മൊത്തം അതായത് ഈ ഷൂട്ട് ചെയ്യും, അത് അന്ന് തന്നെ എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രീമിയർ പ്രോ പഠിച്ച് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വ്യൂസ് കിട്ടാൻ തുടങ്ങി കേട്ടോ. അതായത് ഒരു 10K വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. നല്ലോണം ചെയ്യണം എന്നുള്ള പ്ലാനിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അഭിരാമിന് പെട്ടെന്നൊരു കോള് വന്നു. അതായത് ഇവന് എന്താണ് അമ്പലവയലാണ് സ്ഥലം. അവിടെ നിന്നൊരു കോള് വന്ന് ഇപ്പോൾ ഇവൻ എന്നെ ആദ്യം വിളിക്കുന്നുണ്ട്. എടാ രാത്രി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, അവൻ വീട്ടിൽ നിന്ന് വരുന്നത്. എടാ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫിലിമിലേക്ക് അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു പോടാ അവിടെ കളിയാക്കി പ്രാങ്കാണെന്നൊക്കെ പറഞ്ഞല്ലടാ സീരിയസ് ആയിട്ടാണ്. എന്നോട് ഫോട്ടോ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലടാ പറ്റിക്കാതെ മറ്റവന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞടാ ശരിക്കോടാ സിബിനെയും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാളെയും വിളിച്ച് ഇവർ രണ്ടാളും പിന്നെ ക്യാമ്പിനൊക്കെ പോകാൻ തുടങ്ങി. ഇവർ ക്യാമ്പിന് പോകാൻ തുടങ്ങി ഈ ഫിലിമിന്റെ. പിന്നെ ഞാൻ ഒറ്റക്കായി, കാരണം എനിക്ക് ആക്ടേഴ്സ് ഇല്ല. അങ്ങനെ ഇവർ ക്യാമ്പിന് ഡെയിലി ഇവർ സ്കൂള് ക്ലാസ് അതായത് കോളേജ് കട്ട് ചെയ്തിട്ട് ക്യാമ്പിന് പോകും. എള്ളുണ്ട ഷോപ്പായി. അപ്പം എല്ലാവരും അറിയാൻ തുടങ്ങി സ്കൂളിലൊക്കെ ഏകദേശം സിബിനും അഭിരാമ ഏതോ പടത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പറയും ഒരു പുതിയ എന്തോ പടമാണ്, അപ്പൊ അതിലേക്കാണ്. അപ്പൊ സത്യം പറയാലോ എനിക്ക് ഒടുക്കത്തെ അഭിമാനം. കാരണം ഞാൻ കൊണ്ടുവന്ന ചെക്കന്മാര് ഇവർ രണ്ടാളും ഞാൻ കൊണ്ടുവന്ന ഇവർ രണ്ടാളും വിചാരിച്ചിട്ടില്ല ഇവർ ആക്ടേഴ്സ് ആണെന്ന് വിചാരിച്ചില്ല. അപ്പൊ സത്യം പറയാലോ ഇവർ രണ്ടാളും അടിപൊളി ആക്ടേഴ്സാ, ഇപ്പോഴും ഉണ്ട് കിടിലൻ ആക്ടേഴ്സാ. ഇവർ രണ്ടാളും കൊണ്ടുവന്നുള്ള അഭിമാനവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ദിവസം അഭിരാമ പറഞ്ഞു, അതിന്റെ ഡയറക്ടർ ആരോ വന്നിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു എന്നെന്തോ വിളിക്കണം, അതായത് എന്നെ കാണണം എന്നിട്ട് പറഞ്ഞു. എനിക്ക് ആദ്യം ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ തന്നു. അതായത് ഇവരെന്തോ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ തന്നു. ഞാനത് പിക്സാർട്ടിലിട്ട് ഡിസൈൻ ചെയ്ത്, അതായത് ഓർക്കെന്തോ ഹെൽപ്പിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. എനിക്ക് പോസ്റ്റർ അന്ന് ഞാൻ അതും ഡിസൈനർ ഞാൻ തന്നെയായിരുന്നു. തമിഴിൽ ഉണ്ടാക്കല് ഒക്കെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ ചാനലുണ്ടാവും. അങ്ങനെ ഇയാൾ എന്നെ വിളിച്ച് ഡയറക്റ്റായിട്ട്. അപ്പോൾ എന്നോട് അയാൾ ചോദിച്ച് ഇന്റർവ്യൂ ചെയ്യായിരുന്നു അയാൾ. ശരിക്കും അയാൾ എന്നോട് ചോദിച്ചു ഓക്കെ ഷോട്ട് എന്താണെന്ന് അറിയുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് പറഞ്ഞു ഓക്കെ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ നമ്മൾ കുറേ ഷോട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ഓക്കെ ആയി തോന്നുന്ന ഷോട്ട് നോട്ട് ചെയ്ത് വെക്കും, അതാണ് ഓക്കെ ഷോട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻട്രസ്റ്റ് ഉണ്ടോ ഫിലിമിലേക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല, അതൊക്കെ അതിനല്ലേ ചെയ്യണേ. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്നൊരു കാര്യം ചെയ്യും, മൺഡേ വരാൻ പറ്റും ഫ്ലാറ്റിലേക്ക് എന്ന് വെച്ച്. അപ്പോൾ ഞാനതാക്കി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഉമ്മാനോട് മാത്രം പറഞ്ഞു. ഉമ്മാനോട് പറഞ്ഞു ഉമ്മ അങ്ങനെ വിളിച്ചിട്ടുണ്ട് പടത്തിലേക്ക് പറഞ്ഞു. ഉമ്മാക്ക് വലിയ ഇതൊന്നുമില്ല. ഓക്കെ അതായത് എക്സൈറ്റ്മെന്റ് ഇല്ല, എന്നെ പോലെ തന്നെയാ. എനിക്ക് പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. പറഞ്ഞു ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞാൽ ഓക്കെ അടിപൊളിയാണല്ലോ. കാക്കാനോട് പറഞ്ഞു കാക്ക ശ്രദ്ധിക്കണം, കാക്കനോട് ശ്രദ്ധിക്കണം, ഒരുപാട് സ്കാം പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ എന്നാലും കാക്കയാണ് എന്നെ കൊണ്ടാക്കി തന്നെ, എന്നെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടാക്കി തന്ന്. അന്നാണ് ഞാൻ അയാളെ പരിചയപ്പെടുന്നത്. അയാളെ പേര് ഞാൻ പറയുന്നില്ല. അയാളെ പരിചയപ്പെട്ട് അവിടെ ഞാൻ, അയാളൊരു മാനേജർ, അയാൾ പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു ലൊക്കേഷൻ മാനേജർ. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് അവിടെ നിന്നാണ് ഫസ്റ്റായിട്ട് ഫിലിം എന്താണെന്ന് അറിയുന്നത്. അഭിരാമൊക്കെ വേറെ സ്ഥലത്തുണ്ടാവുക, അവർ ഇതാക്കും. ഞങ്ങൾ ആ റൂമിൽ ഇരുന്നിട്ട് ഇയാൾ എൻ്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഫുൾ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. എൻ്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എഴുതിയത് DTP അതായത് ഡോക്കായിട്ടുള്ളത്. എൻ്റെ പണി ഈ സാധനം പൂജക്ക് ഫിലിം തുടങ്ങുമ്പോൾ പൂജ വെക്കൂലേ, പൂജക്ക് വെക്കാനുള്ള പേപ്പറില്ലേ, പേപ്പറിലേക്ക് എഴുതലാണ് എൻ്റെ പണി.
അതായത് ഓൾറെഡി ഏജ് സാധനം പൂജക്ക് കൈപ്പടയിൽ വെക്കണം എന്നാ പറയാ. അതായത് അതാണ് അതിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞത്. അപ്പൊ എന്നോട് അതിൽ എഴുതാൻ വേണ്ടി പറയും. ഞാൻ ഈ രാത്രി 3 മണി വരെ ഇരുന്നിട്ട് ഈ സീൻ എഴുതാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് കാണുന്നത്. വായിക്കാനും തുടങ്ങി, ഈ സാധനം വായിക്കാനും തുടങ്ങി. പിന്നെ അയാൾ എനിക്ക് സിനിമകൾ വെച്ചുതരും, സിനിമകൾ. പിന്നെ അതുപോലെ എനിക്ക് അയാൾ സ്റ്റുഡിയോ ബിൻഡർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അതിനാണ് കുറേ ഫിലിം മേക്കിംഗ് ടിപ്സ് പഠിച്ചിട്ടുള്ളത്. അതിപ്പോഴും സാധനമുണ്ട്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം. എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി പറ്റും. സ്റ്റുഡിയോ ബൈൻഡർ എന്ന് പറഞ്ഞിട്ട്, ബിൻഡർ എന്തോന്ന്. അപ്പൊ ഈ സാധനം ഇയാൾക്ക് പരിചയപ്പെടുത്തി തന്ന് ഞാൻ അന്ന് ക്ലാസ്, അതായത് ഒരു ഫിലിം മേക്കിംഗ് പഠിക്കണ ഏരിയ. ബാക്കി സമയങ്ങളിൽ പാത്രം കഴുകും, വീട് വൃത്തിയാക്കും. ഇതാണ് എന്റെ പണി അവിടുത്തെ. അസിസ്റ്റന്റ് ഇല്ല, കൊറോണന്റെ സമയത്താ, കൊറോണ സ്റ്റാർട്ട് ചെയ്യണ സമയത്താ. ആ സമയത്താണ് കൊറോണ വന്നത്. അങ്ങനെ ഈ പരിപാടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഞാനൊരു മാസത്തോളം അവിടെ നിന്ന് ലിറ്ററലി ഞാൻ പഠിച്ച് ഈ സാധനം ഇങ്ങനെയാണെന്നുള്ള സാധനം പഠിച്ച് ഇവരെ പ്രാക്ടീസ് ചെയ്യണ പഠിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൊറോണ മൂർച്ഛിച്ച് എന്നോട് പെട്ടെന്ന് പോകാൻ വേണ്ടി പറഞ്ഞ്. പിന്നെ അയാളൊരു വിവരമില്ല, അവിടെ അത് സ്റ്റോപ്പായി ആ സാധനം. പിന്നെ അയാളെ പറ്റിയിട്ടോ ആ പ്രൊഡക്ഷനെ പറ്റിയിട്ടോ ഒരു വിവരമില്ല. എന്താ പറ്റിയ അറിയില്ല. പിന്നെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അയാള് എനിക്ക് തോന്നുന്ന ഒന്നില്ലെങ്കിൽ കൊറോണയിൽ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ അതൊരു സ്കാം ആയിരുന്നു, അറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുന്ന് എന്തൊക്കെ പഠിച്ചു. ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. എന്തൊക്കെ പഠിച്ചു ഞാൻ. എങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സാധനം അങ്ങനെ അയാള് ആരൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ കുറെ കണക്ഷൻസ് കിട്ടി ആക്ടേഴ്സ് ഒക്കെ ആയിട്ട്. ഇവരൊക്കെ എനിക്ക് പറഞ്ഞു തന്ന്. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താണ് അവിടുന്ന് പഠിച്ച്, ബുക്സ് വായിച്ച്, കുറെ സിനിമ ഉണ്ട്, റൂൾസ് പഠിച്ച്, ഒക്കെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു മിഡിലെത്തുമ്പോൾ ഞാൻ അങ്ങനെയാണുള്ളത്. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അതാണ് ഒരു ടേണിംഗ്. ഫിലിമിലേക്കുള്ള ഇൻട്രസ്റ്റും അങ്ങനെ ആവുന്നത്. ക്ലാരിറ്റി കിട്ടി, സിനിമ എന്താണെന്നുള്ളതിന്റെ ക്ലാരിറ്റി കിട്ടി. ഇനി കിട്ടേണ്ടത് നിനക്ക് എന്താണ്, നീ എന്താണെന്നുള്ളതിന്റെ ക്ലാരിറ്റി കൂടി വേണം. ലൈക്ക് ഞാൻ എവിടെ പോയാലാണ് സെറ്റ് ആവാത്തത്. അതാണ് അത് മൊത്തം ഞാൻ തന്നെ ഇപ്പൊ പറയുന്നത്. പറയട്ടെ, ടേണിംഗ് പോയിന്റാ. ലൈക്ക് ഇപ്പോ ഈ ടേം എവിടുന്ന കേട്ടത്, അതിനെ പറ്റി കൂടുതൽ കിട്ടി നമുക്ക്. നിങ്ങൾക്കിപ്പോ ഡിസൈൻ നെക്സ്റ്റ് സ്റ്റെപ്പാ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് എന്താണിത്, ഐഡിയ ആണെന്നുള്ളത്. ഓക്കെ, എനിക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഞാൻ പുറത്തേക്ക്, അതായത് എനിക്ക് നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ നാട്ടിൽ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ആരോ ഒരാൾ ബുക്ക് ചെയ്തൊരു പരിപാടി, അല്ല വേറെ ഏതെങ്കിലും ഒരാൾ ആർട്ട് പരിപാടിയായിട്ട് എന്തോ ചെയ്യുന്നുണ്ട് ഇന്നറിവേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഡിസൈനിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ നാട്ടിലൊരിക്ക ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ആരുമില്ല. അപ്പം ഞാൻ ആരെയും കണ്ടിട്ടുമില്ല, എനിക്കതിനെ പറ്റി അറിയില്ല. അപ്പം ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, എങ്ങനെയാണ് ജോബിലേക്ക് എൻ്റർ, ഡയറക്റ്റ് ജോബിലേക്ക്. എനിക്ക് പഠിക്കാൻ സമയമില്ല, എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോബ് വേണം. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടെന്ന് തന്നെ തോന്നി, ബ്രേക്ക് എടുക്കേണ്ട തോന്നി. പെട്ടെന്ന് എനിക്ക് ജോബ് വേണ്ടിയിട്ട് ഞാൻ കുറേ ഗൂഗിൾ നോക്കി. യൂട്യൂബ് നോക്കുമ്പോൾ ദുബായിൽ ഡിസൈനർ ആയിട്ട് ഗ്രാഫിക് ഡിസൈനർ ആവുന്നത്. എനിക്ക് ഗ്രാഫിക് ഡിസൈനർ അതെ, ദുബായിൽ അതായത് ഞാൻ കേട്ടല്ലോ, ഇന്റേൺഷിപ്പിൽ കേട്ട് ഗ്രാഫിക് ഡിസൈനിങ്ങുള്ള ജോബ് കേട്ടു. അങ്ങനെ ഗൂഗിൾ ചെയ്ത് ഗ്രാഫിക് ഡിസൈനർ, ദുബായിൽ ഗ്രാഫിക് ഡിസൈനർ ആയ ആളുടെ അനുഭവം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. ചെറിയ ചെറുക്ക ഏകദേശം ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന വീഡിയോ ആണോ? അതായത് ഞാൻ ഇത്രയും ദൂരം നടന്നു എന്നിട്ട് ഇവിടെ എത്തി, അതാണ് അങ്ങനത്തെ ഒരു കഥ. ഇയാള് ഫുൾ പ്രോസസ്സ് പറയുന്നത് നാട്ടിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞതിൽ എനിക്ക് ആകെ മനസ്സിലായത്, എനിക്ക് എന്തെങ്കിലും ടൂൾ അറിയാണ്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഫോട്ടോഷോപ്പ് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കണം, വിത്തിൻ ഷോർട്ട് ടേം പഠിക്കണം, പെട്ടെന്ന് ജോബും വേണം, ലാപ്പുണ്ട് കൈമിൽ, വേറൊന്നും ചെയ്യാനൊന്നും അറിയില്ല, ഒന്നും ചെയ്യില്ല, ലാപ്പിൽ GTA 5 ഉപ്പാനെ പറ്റിച്ച് കളിച്ച് നടക്കുന്നുണ്ട്, വേറൊന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ കോഴ്സിന് നോക്കിയപ്പം മാർക്കറ്റ് എത്തി. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ പക്ഷെ ഒരു പെട്ടെന്ന് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ജോബുകൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ടൂൾ അറിഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇന്ന ചേർത്തിന്റെ ഒരു ഫ്രണ്ടാ, ഷാന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്. പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഷാന് നേരം, ഓന് നിന്റെ പോലെ ഒരു വീഡിയോ എഡിറ്റർ ഒക്കെ ആണ്. പക്ഷെ അവനക്ക് അത്യാവശ്യം ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ട്. അവന് വന്നത് തന്നെ ഒരു മാക്കും കൊണ്ടൊക്കെ അവന് ചെയ്യും, പരിപാടി അറിയാം എനിക്ക്. പക്ഷെ അവൻ പ്രൊഫഷണലി പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നിങ്ങനെ മോട്ടർ വയ്ക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ
ചെയ്യണം. ഓൻ്റെ ഏതോ ഫ്രണ്ടാണ് ഈ സ്ഥാപനത്തിന്റെ മുതലാളി പറയുന്നത്. ഓൻ പറഞ്ഞു മൂപ്പര് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് 3000 രൂപ ഉള്ളൂ. പിന്നെ ഫുൾ കോഴ്സിന് ഏറ്റവും ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയേ ഉള്ളൂ. നീ ജോയിൻ ചെയ്തോ, ഞാനും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടിപ്പോയി ഞാൻ ജോയിൻ ചെയ്തു. കാരണം കോളേജ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തുടങ്ങുന്ന കോഴ്സല്ലേ. ഞാൻ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചു, ഷാന നീ ജോയിൻ ചെയ്യുന്നില്ല? ഇല്ലടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ ചാമ്പി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ പെട്ട് മനസ്സിലായി. എന്തായാലും പൈസയും കൊടുത്തു. ഇപ്പാനോട് പറഞ്ഞു 3000 രൂപയ്ക്ക് ജോബ് സെറ്റ് ആയി പറഞ്ഞു ഇപ്പാനോട്. ഓക്കെ, അത് നമുക്ക് എത്ര ഹവേഴ്സിന്റെ കണക്കായിരുന്നു. 30 ഹവേഴ്സോ നമുക്ക്. ഞാൻ വിചാരിച്ചു ഈ 30 ഹവേഴ്സ് ഞാൻ 2 ദിവസം കൊണ്ട് ഇരുന്ന് 30 ഹവേഴ്സ് ഞാൻ കവർ ചെയ്യും, ഞാൻ ജോബ് നേടും. ആ പരിപാടി എനിക്ക് പെട്ടെന്നാണല്ലോ വേണ്ടത്, ക്വിക്കായിട്ടാണല്ലോ വേണ്ടത്. മറ്റേ ഒരു സ്ഥലത്ത് സ്ഥാപനത്തിൽ പോയിരുന്ന് പഠിക്കാനുള്ള ടൈമൊന്നുമില്ല. അങ്ങനെ ഈ കോഴ്സ് കിട്ടി. അത് പേഴ്സണൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോബ് വേണം. അതായത് പ്രത്യേകം ചില ആളുകൾക്ക് ചില ഏജ് കാര്യമില്ല. കാരണം ഒരുവിധം ബോയ്സ് എല്ലാം സ്റ്റേജിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. ഷാമിലടക്കം ഓക്കെ. ആ സ്റ്റേജ് എത്തിയപ്പോ കിട്ടിയിട്ടുണ്ടാവേ അത്ര കിട്ടിയാ മതി. കട്ടി അങ്ങനെ 30 മണിക്കൂറിന്റെ കോഴ്സ് എനിക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. 2 ദിവസം കൊണ്ട് ഞാൻ കൂളായിട്ട് 24 മണിക്കൂറിൽ ഒരു ദിവസം കുറച്ച് നേരം ഉറങ്ങിയാൽ മതിയല്ലോ, ബാക്കി പഠിക്കാന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് ഭയങ്കര ലാഗ്. വീഡിയോ തുടങ്ങി ഇത് ഇങ്ങനെ ലാഗ്, എനിക്ക് ഒക്കെ മൂട്ടുള്ളൂ. പക്ഷേ ഇതാണല്ലേ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സാണ്. അപ്പൊ മൂട്ടൂള് മൂട്ടൂൾ ഇങ്ങനെ ഇയാളിങ്ങനെ പറയാ ഈ മൂട്ടൂൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാ. അപ്പൊ എനിക്കിത് ഭയങ്കര ലാഗായിട്ട് ഇത് സ്കിപ്പ് 1x ഇടാനുള്ള ഇതൊന്നും ഓപ്ഷനൊന്നും ഇല്ല. ഇതിങ്ങനെ കേട്ടിരിക്കണം. അതായത് അത് കംപ്ലീറ്റ് ആയാലേ നമുക്ക് അടുത്തേക്ക് പോകാനും പറ്റും. ആ സാധനം കംപ്ലീറ്റ് ആക്കി ഒരു പ്രൊജക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ അടുത്തേക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ സിസ്റ്റം. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്. വെറുപ്പിച്ചിട്ടാണെങ്കിലും എന്നെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന്. അപ്പൊ എനിക്ക് സാധനങ്ങൾ കിട്ടി, കുറച്ച് ടൂൾ കിട്ടി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, വളരെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഓരോ ആ ടൈമിൽ എന്തോ ഒരു ഇൻ്റർവെല്ലിൽ ട്യൂഷൻ പരിപാടിയില്ലേ, ഇൻഡിവിജ്വൽ ട്യൂഷൻ, അതേപോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഓരോ നാട്ടിൽ ആരോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കൊരു പോസ്റ്റർ വേണം, പോസ്റ്ററും പരിപാടിയും സോഷ്യൽ മീഡിയ പരിപാടികളൊക്കെ വേണമെന്ന് പറഞ്ഞ് നേരത്തെ നബാൻ പറഞ്ഞ മാതിരി ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴേക്ക് എന്തൊക്കെയോ ചെയ്തോട് കൊടുത്തില്ല. ഞാൻ ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇൻ്റർവെല്ലിൽ റെഫറൻസ് എടുത്ത് കംപ്ലീറ്റ് ഒരു സീരീസ് ഓഫ് പോസ്റ്റേഴ്സ് ഞാൻ ഉണ്ടാക്കി അയച്ചു കൊടുത്ത്. അതായത് എനിക്ക് ആകെ 2 ടൂൾ അറിയും. ഈ 2 ടൂൾ വെച്ചിട്ട് ഞാൻ ഇല്ലസ്ട്രേറ്ററിൽ എന്തോ വെച്ചിട്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. മറ്റേ ഇതില്ല ബ്ലൻഡ് ടൂളില്ലേ, ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ പോപ്പ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സീരീസ് ആക്കിയിട്ട് പച്ച മഞ്ഞ നീല കളറിലിട്ടിട്ട് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അല്ല ഇങ്ങനെയല്ല വേണ്ടത് പറയാൻ വരുന്നുള്ളൂ. പോസ്റ്റർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഓരോട് ചോദിച്ചത്. ഓര് ഇന്ന റെക്കമെൻഡ് ചെയ്തു. ഞാൻ പെട്ടെന്ന് തന്നെ എന്താ റിക്വയർമെന്റ് പോലും ചോദിക്കാണ്ട് സ്പോട്ടിൽ ആ ഇന്റർവെല്ലിന്റെ കോപ്പി അടിച്ച് കുറച്ച് സാധനങ്ങൾ അയച്ചു കൊടുത്തു. അതിലയാൾ പറഞ്ഞു ഇതല്ല വേണ്ടത്, ഞാൻ പറയാം ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ, കോൺഫിഡൻസ് ഡൗൺ ആയി. ഇതെല്ലാം വേണ്ടത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ആണോ. അപ്പോൾ ഒരു പറഞ്ഞു അതല്ല ഡിസൈൻസ് ഒക്കെ ഓക്കെയാണ്. ഡിസൈൻസ് ഓക്കെ ആണെന്നല്ല, ഓരോ ബഡ്ജറ്റിൽ ഓക്കെയാണ്. ബഡ്ജറ്റ് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കമ്മിറ്റ്മെന്റ് ആണ്. അവിടെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ ആ കമ്മിറ്റ്മെന്റ് ആണ്. ഒരു പറഞ്ഞ ഒരു ഡിസൈനറായിട്ട് എന്നെ അംഗീകരിച്ചല്ലോ, അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പം ഒരു റിക്വയർമെന്റുകളൊക്കെ പറഞ്ഞ് ഇന്റർവെല്ലിൽ റെഫറൻസ് അയച്ചെന്ന്. ഞാൻ ഇന്റർവെല്ലിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഇന്റർവെല്ലിന്റെ ഒരു പോസ്റ്റർ എടുത്തിട്ട് അതേപോലെ ഡിസൈൻ ചെയ്തിട്ട് പേര് മാറ്റി, പക്ഷെ ഫേക്ക് ആക്കിയില്ല. സെയിം അതേ ഡിസൈൻ ട്രേസ് ചെയ്തു, പക്ഷെ കോപ്പി പേസ്റ്റ് അടിച്ചില്ല. ട്രേസ് ചെയ്തിട്ട് പേര് മാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ ഒരു ഇങ്ങോട്ടേക്ക് പിന്നെ ഓരോ എഡിറ്റും അറിയാം. ഇത് ആ ടെക്സ്റ്റ് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് വെച്ചു, മാറ്റി ഇവിടെ വെച്ചു. പിന്നെ വെച്ചാൽ ആ ലോഗോ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെക്കും. സംഭവം ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഇവർ ഈ പോസ്റ്റർ ഓൾറെഡി കണ്ടണോ ഇന്റർവെല്ലിന്റെ. അവർക്ക് എന്നോട് പറയാൻ ചടപ്പ്, അത് കോപ്പി അടിച്ചതല്ല അവർ എന്നോട് പറയുന്നില്ല. അവർക്ക് മനസ്സിലായി ഞാൻ ബിഗിനറാണെന്നുള്ളത്. അവർ എന്നോട് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഓരോന്ന് മാറ്റി ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഞാൻ ഇത് കംപ്ലീറ്റ് മാറ്റി വേറെ സാധനം കൊടുക്കുന്ന. ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഒരു പറയുന്നത് മാത്രം ടെക്സ്റ്റ് ഇത്തിരിതായിട്ട് പറഞ്ഞാൽ ഇത്തിരിതായിട്ട്, അങ്ങനല്ല കുറച്ച് മേലോട്ട് പറഞ്ഞാൽ കുറച്ച് മേലോട്ടായിട്ട് പോകും. അപ്പോൾ ലാസ്റ്റ് ഇവർ ആ ഇന്റർവെല്ലിന്റെ പോസ്റ്റർ എനിക്ക് അയച്ചെന്നിട്ട് അറിയും ഇത് ഇതുപോലെ ഉണ്ട്, വേറൊരു ഡിസൈൻ തരുമോ വെച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അവർക്ക് സംഭവം ഇതേപോലത്തെ വേറെ എന്തോ സാധനം മതിയാണ്. അപ്പോൾ ഞാനൊരു എൻ്റെ കൈമിലുള്ള എക്സ്ട്രാ സ്കിൽ എന്താ വെച്ചാൽ വരക്കുന്ന സ്കില്ലാണ്.
അതൊക്കെ ഇല്ലസ്ട്രേറ്റർ പിന്നെ ഈ ബാക്കി കോഴ്സ് കാണാൻ തുടങ്ങി. ഈ കോഴ്സ് കണ്ടിട്ട് പെൻ ടൂൾ കൊണ്ട് ലൈൻസ് ഒക്കെ വരച്ചിട്ട് ഇന്റെ ആർട്ടിസ്റ്റിക് സ്കില്ല് വെച്ചിട്ട് ഞാൻ ഒരു പോസ്റ്റർ ചെയ്ത് കൊടുത്തു. ഭയങ്കര ഹാപ്പി, ക്ലയന്റ് ഭയങ്കര ഹാപ്പി. എനിക്ക് 150 റുപ്യ അയച്ചു. ഞാൻ 2 ദിവസം എനിക്ക് ഫസ്റ്റ് ഒരു ക്രിയേറ്റീവ്, പക്ഷെ ഞാൻ പൈസ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ വെച്ചാൽ ഇവരെ ഫ്രണ്ട് ബേസ് എന്നോട് ഇങ്ങോട്ട് ഹൈ വാട്ട്സ് യുവർ ബഡ്ജറ്റ് മെസ്സേജ്, അതിൽ ഞാൻ കുടുങ്ങി. പറയാനറിയില്ല, കാരണം ഞാൻ പൈസ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന പണിക്ക് പൈസ വേണമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഇതിനിങ്ങനെ പൈസ കിട്ടുന്ന ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് ഓടുന്നത്. കാരണം സെൽഫ് ടോട്ടാണ്, ഞാൻ ജോബിന് വേണ്ടിയിട്ടാണ്. ഫ്രീലാൻസ് എന്നുള്ള ടേമൊന്നും എനിക്കറിയില്ല, ഫ്രീലാൻസ് കൂടി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ടേമൊന്നും അറിയില്ല. പക്ഷേ 2 ദിവസം വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നത് 150 റുപ്യ. പക്ഷെ അത് ഓക്കെ, എന്തോ ചെയ്തിട്ട് എന്തോ സാധനം കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതാണ് ഒരു ഫസ്റ്റ്. ആദ്യം ഒരു 2-3 പോസ്റ്റർ ചെയ്ത് കൊടുത്തപ്പോൾ വലിയ റിയാക്ഷൻ ഒന്നുമില്ല. 4-5ാമത്തെ ചെയ്ത് കൊടുത്തപ്പോൾ ഓരോ ഫീഡിന്റെ ലുക്കേ മാറി. ഓരോ ഇൻസ്റ്റാഗ്രാം ഒരു ക്യാൻവേ തന്നെ ചെയ്യുന്ന എന്തോ ഡിസൈൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഫീഡ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എനിക്ക് ഒരു ഹാർട്ട് അയച്ചു തന്നു. അതായത് വെരി ഫോർമൽ ചാറ്റിലുള്ള ഒരാള് പെട്ടെന്ന് ഒരു ഹാർട്ട് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്രിസിയേഷൻ കിട്ടിയപ്പോൾ ഭയങ്കര ഡോപ്പമൈൻ അധികമായിട്ട് ഇതാണെന്ന് ഉറപ്പിച്ച് പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ കോഴ്സ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നതിനോട് എനിക്ക് കാര്യമില്ല. പിന്നെ കാര്യം ഉണ്ട് തോന്നി. പക്ഷെ കുറച്ചും കൂടി അതിന് ഫോട്ടോഷോപ്പിൻ്റെ ഇതിലൊക്കെ എത്തിയപ്പം ഈ പാച്ച് ടൂൾ വെച്ചിട്ട് ഇവിടുത്തെ കുരു പോക്കുക എന്നുള്ള അങ്ങനത്തെ സെഷനൊക്കെ എത്തിയപ്പോൾ മനസ്സിലായി ഇതല്ല എനിക്ക് വേണ്ടത്. ഇത് ഫ്ലക്സ് പ്രിന്റിങ് പരിപാടി, അങ്ങനത്തെ പരിപാടിയാണ്, അതല്ല വേണ്ടത്. അങ്ങനെ ഞാൻ ഡിസൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി നിൽക്കുമ്പോഴാണ് ഹാരിസൺ കോ ഡിസൈൻ അഡ്വർടൈസ്മെന്റ് ആഡ് വന്നത്. ഹാദി നിങ്ങളൊരു ഡിസൈനറാകാൻ താല്പര്യമുള്ള ഒരാളാണോ? അവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോയിന്റ് അവിടെ വർക്ക് ആയിട്ടുണ്ട്. പെട്ടെന്ന് ജോബ് ആദ്യം അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് വേണം, നല്ല സാലറിയിൽ ജോബ് വേണം എന്ന് പറഞ്ഞു. ആദ്യം ഇതാണ് എനിക്ക് വേണ്ടത്, നല്ല ജോബ് വേണ്ടത്, പെട്ടെന്ന് വേണമെന്നുള്ള എന്നെ ഹുക്ക് ചെയ്തു. അത് യുവജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ റൺ ചെയ്യണം. കണ്ടു. ഞാൻ ആ ടൈമിൽ കുറെ നോക്കുന്നുണ്ട് പുറത്തൊക്കെ. എനിക്ക് കൊച്ചിയിലൊക്കെ പോയിട്ട് ഡിസൈനിങ് പഠിക്കാൻ പറഞ്ഞാൽ എനിക്കൊരു പുറത്തെല്ലാം പോയി പഠിക്കണം. നാട്ടിൽ തന്നെ കോഴിക്കോട് വന്ന് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഡിസൈൻ സ്കൂൾ അന്ന് അത്ര പോപ്പുലർ ഒന്നും ആയിട്ടില്ല. ഹാരിസൺകോ അറിയാം, ഡിസൈൻ സ്കൂൾ പോപ്പുലർ ആയിട്ടില്ല. ഞാൻ കൊച്ചിയിലൊക്കെ നോക്കി. കൊച്ചിയിൽ കുറെ 1 year 2 year കോഴ്സുകളൊക്കെ പറയാൻ തുടങ്ങി. നടക്കൂല, 1 year 2 year ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നാട്ടിലുണ്ട് കുറെ ഡിസൈൻ സ്കൂൾ. പക്ഷെ നാട്ടിൽ ഡിസൈനോ പഠിക്കാനൊരു പഠിച്ചാൽ അറിയില്ല. അങ്ങനെ പഠിച്ച ആൾക്കാരെ കാണുന്നില്ല. ഇല്ല അതാണ്. അങ്ങനെ എന്റെ സെയിം സാധനം എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇക്കാക്കുണ്ട്. ഈ ആള് കൊച്ചിയിൽ പോയിട്ട് ഡിസൈനിങ് പഠിച്ചിട്ട് ദുബായിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം. അത് ഞാൻ ഈ കോഴ്സ് എനിക്ക് ദുബായി പോകണം. ദുബായിൽ എനിക്ക് വലിയൊരു ജോബ് കിട്ടണം. ദുബായിൽ ഈ ഫീൽഡും വേണം. എനിക്ക് മടുക്കാത്ത പണിയാണ്, ഹാപ്പിയാണ്. ഇത്രയും റിക്വയർമെന്റ്സ് ഉള്ളത്. അങ്ങനെ ഞാൻ ഈ കോഴ്സ് തപ്പിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറമുള്ള ഒരു കാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മാനെ കൊണ്ട് ആളെ വിളിപ്പിച്ചു. എനിക്ക് വിളിക്കാൻ മടിയായിട്ട് ഞാൻ ഉമ്മാനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ജോബൊക്കെ വേണം, എന്താ ചെയ്യുക. അപ്പോൾ മൂപ്പര് പറഞ്ഞു കൊച്ചിയിൽ ഇന്ന സ്ഥലത്താണ് പഠിച്ച്. പക്ഷെ അവിടെ 2 കൊല്ലത്തെ കോഴ്സാണ് പറഞ്ഞു. 2 കൊല്ലത്തെ കോഴ്സ് തപ്പിപ്പോയപ്പോൾ ഭയങ്കര പ്രശ്നം, നടക്കൂല. ഒരു പറഞ്ഞു വെട്ടി കുറച്ചിട്ട് 1 കൊല്ലത്തിൽ തീർത്തരാൻ പറഞ്ഞു. 1 കൊല്ലം നടക്കൂല, സോറി പറഞ്ഞു. പിന്നെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കുടുങ്ങിയതാണ് ഡിസൈൻ സ്കൂൾ. അങ്ങനെ ഇവിടെ വന്നല്ല, ഇവിടെ വരുന്നതിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് റിസ്വാങ്കോന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ 50K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അമ്മോ വലിയ ബമ്പം സെറ്റപ്പാണ്. ഞാൻ അവിടെ എത്തുമെന്നുള്ള ടെൻഷനും. അപ്പോൾ ഇന്റർവ്യൂ എന്നൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് ചടച്ച്. കാരണം ഞാൻ കരുതി ഓൾറെഡി ക്വാളിഫൈഡ് ഡിസൈനേഴ്സിനെ ആയിരിക്കും അവിടെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, ഇന്റർവ്യൂ ഓഫ്ലൈൻ ആയിരുന്നു എന്ന് വിചാരിച്ചു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുതിയ ഷർട്ടെല്ലാം മേടിച്ചോണ്ട് ഷർട്ടെല്ലാം വേണ്ടി പുരലെത്തിയപ്പോണ്ട് ഓൺലൈൻ ഇന്റർവ്യൂ ആണ്, നാളെയാണ്. അതിൽ ലാസ്റ്റ് എക്കാല് പിറ്റേന്ന് ഓക്കെ ഇതെല്ലാം ഇട്ടിട്ട് ഇരുന്നു. മൊത്തം ഒരു 5 minute ഇന്റർവ്യൂ ഉള്ളൂ. അതിൽ കഴിഞ്ഞു. ഓക്കെ പുതിയ ഷർട്ട് ഇട്ടിട്ട് ഇരുന്ന് റിസ്വാനൊക്കെ വന്നോളൂ പറഞ്ഞു. എന്താ ചോദിച്ചേ അന്ന്?
റിസ്വാൻ ഒന്നും ചോദിച്ചിട്ടില്ല. റിസ്വാൻ ഇങ്ങോട്ട് ചോദിച്ചു എന്തെങ്കിലും അറിയാനുണ്ട്, ഞാൻ ഒന്നും അറിയാനില്ല പറഞ്ഞു. കാരണം എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് എന്തൊക്കെ ഡൗട്ട്സ് എന്താ ചോദിക്കേണ്ടതെന്നുള്ള അറിയില്ല. എനിക്ക് ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചില്ല. അങ്ങനെ വന്നു പറഞ്ഞ് വരുന്നതിന് മുന്നേ ഇയാൾ ഗ്രൂപ്പിലൊരു മെസ്സേജ് അയച്ചു. വരുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ പറ്റിയിട്ട് എന്തോ ഒരു അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അസൈൻമെന്റ് തന്നു. ഒന്ന് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യണം, 2 ഇൻസ്റ്റാഗ്രാം ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ഒരു ടെൻഷൻ അടിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നാണ്. ഞാൻ എന്നിട്ട് മിൻഹ, അമല്, ഹസീബ്ക ഇവരെല്ലാം ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെ ഇരിക്കുക, എങ്ങനെയാണ് ഇത് ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അറിയാത്ത ആൾക്കാരാണല്ലോ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണല്ലോ. ഞാൻ ബാക്ക് അടിച്ചു. പിന്നെ ഇവർ തന്ന അസൈൻമെന്റ് ക്യാൻവയില് ഞാനൊരു 2 ദിവസം ഇരുന്നിട്ട് 2 ദിവസം ഇരുന്നിട്ട് ഈ ക്യാൻവയില് ആപ്പിളിന്റെ കേസ് സ്റ്റഡി, കൊക്കക്കോളിന്റെ കേസ് സ്റ്റഡി, നൈക്കിന്റെ കേസ് സ്റ്റഡി, ജോബ് വാങ്ങാനുള്ള ഞാൻ ഭയങ്കര റിസർച്ച് എല്ലാം നടത്തിയിട്ട് ഒരു ഡോക്കെല്ലാം കൊണ്ടുവന്നിട്ട് ഇയാൾ മൈൻഡ് ചെയ്തില്ല.